നിലമ്പൂരിൽ പാർട്ടി വോട്ടും അനുഭാവി വോട്ടും ചോർന്നുവെന്നാണ് CPM-ൽ വിമർശനം വരുന്നത്. കാര്യമായ ചർച്ചകൾ ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാജയ കാരണങ്ങളൊക്കെ വിശദമായി ചർച്ച. ഇപ്പോൾ കഴിഞ്ഞ ദിവസം AK ബാലന്റെ വിമർശനമൊക്കെ വന്നിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, പാർട്ടി സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ വരുന്ന ചർച്ചകൾ, വിമർശനങ്ങൾ ഒക്കെ? ദിവിഷ്, സംഘടനാപരമായി CPM-ന് ചില പോരായ്മകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തുന്നത്. ഇന്ന് സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് അന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MP ഗോവിന്ദൻ ഒരു വിവാദ പരാമർശം നടത്തിയത്. അത് RSS-യുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ വിവാദപരമായ പരാമർശം. അതും ഒരു തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. അതോടൊപ്പം തന്നെ PV അൻവർ മുന്നണി വിട്ടു പോകുമ്പോൾ PV അൻവറിനെ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ പാർട്ടിക്ക് നേരിയ തോതിലെങ്കിലും ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ, UDF-ന്റെ, ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട് അതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അഗ്രസീവായി എത്തിക്കുന്നതിന് കഴിഞ്ഞില്ല എന്നൊരു വിമർശനവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. ശരി, കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.